നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും യേശുവിനെ സ്വാഗതം ചെയ്യുക. യേശുവിനെ കൂടാതെ നിങ്ങൾ ഒന്നും ചെയ്യരുത്. ഇൻവൈറ്റ് ജീസസ് ടു ബി എവ്രിവെയർ ആൻഡ് എവ്രിതിങ് ഇൻ യുവർ ലൈഫ്. ഇൻവൈറ്റ് ജീസസ് ടു ബി എവ്രിവെയർ ആൻഡ് എവ്രിതിങ് ഇൻ യുവർ ലൈഫ്. ജീവിതത്തിലെ എല്ലാ സമയത്തും യേശുവിനോടൊപ്പമായിരിക്കുക. എല്ലാ കാര്യങ്ങളിലും യേശുവിനെ കൊണ്ടുവരിക. പല കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന നിങ്ങൾക്ക് യേശുവുമായിട്ടുള്ള ബന്ധം കേവലം ഒരു മതപരമാകുന്ന ബന്ധമാകുന്നു എങ്കിൽ അതിൽ നിന്ന് പുറത്തു വരിക. ജീവിതത്തിൽ എല്ലാം യേശുമായി തീരുന്ന നിലവാരത്തിലൊരു അടുത്ത ബന്ധം സ്ഥാപിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അതിനുവേണ്ടിയാണ് തൃത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവിനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകി തന്നിരിക്കുന്നത്. നിങ്ങളത് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് സ്വായത്തമാക്കുവാൻ കഴിയും. യേശുവുമായി ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിൽ ജീവിക്കുവാൻ കഴിയും. Intimacy with Jesus Christ. യേശുക്രിസ്തുവുമായുള്ള അടുത്ത ബന്ധം. യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിൽ തോമസ് യേശുവിനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് അങ്ങനെ നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായ യേശുവേ. യേശുക്രിസ്തുവുമായി അടുത്ത ഒരു ബന്ധമുണ്ടോ? വിശകലനങ്ങൾക്ക് വിധേയമാക്കണം. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ യേശുക്രിസ്തുവുമായി വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ബന്ധത്തിൽ, റിലേഷൻഷിപ്പിൽ ജീവിക്കണമെന്നാണ് അവിടുന്ന് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ ഉദ്ദേശം അതാകുന്നു. ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവുമായി ആഴമുള്ള അടുത്ത ബന്ധം. അവിടുന്ന് നമ്മെ ഒത്തിരി സ്നേഹിക്കുന്നു. അതുകൊണ്ടല്ലേ നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി കാൽവറി ക്രൂശിൽ യേശു പരമയാഗമായി തീർന്നത്. നമ്മെ ഒത്തിരി സ്നേഹിക്കുന്നു. നിങ്ങളെ യേശു ഒത്തിരി സ്നേഹിക്കുന്നു. യേശു നിങ്ങളുമായിട്ട് കടുത്ത പ്രണയബന്ധത്തിലാകുന്നു, ആഴമുള്ള സ്നേഹബന്ധത്തിലാകുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഭാഗത്തു നിന്നും യേശുവിന് വേണ്ടിയുള്ള ആ ആഴമേറിയ ആഗ്രഹം, ദാഹം, യേശുവേ അങ്ങയെ എപ്പോഴും എനിക്ക് അനുഭവിക്കണം. അടുപ്പം, ആഴമേറിയ ആ അടുത്ത ബന്ധം, ആ ബന്ധത്തിൽ നാം ഈ ഭൂമിയിലായിരിക്കണമെന്നാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സാധാരണ ക്രൈസ്തവരൊക്കെയും മതപരമാകുന്നൊരു ആചാരത്തിൻ്റെ ഭാഗമാണ് അവർക്ക് ദൈവവുമായുള്ള ബന്ധമെന്ന് പറയുന്നത്. ഞായറാഴ്ച ചർച്ചിൽ പോകണം, അത്രമാത്രമേ ഉള്ളൂ. തിങ്കൾ മുതൽ ശനി വരെയുള്ള അവരുടെ ജീവിതം, ഞായറാഴ്ചയും ഉച്ച കഴിഞ്ഞുള്ളവരുടെ ജീവിതം എന്ന് പറയുന്നത് അവരുടെ സ്വകാര്യ ജീവിതമാണ്. അതിലൊന്നും യേശുവിനെ അവരിടപെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയത് അപ്പോസ്തലനാകുന്ന യോഹന്നാനാകുന്നുവല്ലോ. യോഹന്നാന് യേശുക്രിസ്തുവുമായിട്ട് ആഴമേറിയ ഒരു ബന്ധമായിരുന്നു. ശിഷ്യന്മാരുടെ ഇടയിൽ തന്നെ യോഹന്നാന് യേശുവുമായിട്ടുള്ള സ്നേഹം ഒരു പ്രത്യേകമാകുന്ന നിലയിലുള്ള സ്നേഹമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ, ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. അത് ശ്രദ്ധേയമല്ലേ? വളരെ വളരെ ശ്രദ്ധേയമാണ്. യേശുക്രിസ്തുവിൻ്റെ മാർവിടത്ത് ചാരുവാൻ തക്കവണ്ണമുള്ള ബന്ധം യോഹന്നാൻ യേശുവുമായിട്ടുണ്ടായിരുന്നു. മാർവിടം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വൈകാരിക അനുഭൂതികളുടെ ഒരു കേന്ദ്രമെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇമോഷൻസിൻ്റെ ഒരു തലം, നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട ആ മേഖല, അവിടെ മാർവിടമെന്ന് പറയുമ്പോൾ അതിൽ കൂടെ അർത്ഥമാക്കുന്നത് അടുത്ത ബന്ധത്തെയാണ്. വൈകാരികമായി തന്നെ ആഴമുള്ള ബന്ധം. യേശുവിൻ്റെ നെഞ്ചോട് ചാഞ്ഞു കിടക്കുവാൻ അവസരം ലഭിച്ച യോഹന്നാൻ, യേശുവിൻ്റെ മാർവിടത്ത് ചാരിക്കിടന്നിരുന്ന യോഹന്നാൻ, ആഴമേറിയ ബന്ധമല്ലേ? അടുത്ത ബന്ധമല്ലേ? വളരെ ഡീപ്പായിട്ടുള്ളൊരു അഫെക്ഷനല്ലേ അത് കാണിക്കുന്നത്? അതെ, ആ നിലവാരത്തിൽ നാം ഓരോരുത്തരുമാകണം. യേശുവിൻ്റെ മാർവിടത്തിൽ ചാരുവാൻ കഴിയുന്ന നിലവാരത്തിലുള്ള ഡീപ്പ് അഫെക്ഷൻ യേശുവുമായിട്ടുണ്ടാകണം.
യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ യേശുവിനെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തെയാണ് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തു പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് ഇൻറ്റിമേറ്റ് ആകുന്നു, ഡീപ്പാകുന്നു, ഒന്നാകുന്നു. നാം ഓരോരുത്തരും ആ നിലവാരത്തിൽ എത്തിച്ചേരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. യേശു അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. യേശു പറയുന്നത് ശ്രദ്ധിക്കുക. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ ഇതാ നമുക്കൊരവസരം ലഭിക്കുകയാണ്. നമുക്ക് യേശുവിൽ ഒന്നാകുവാൻ കഴിയും. യേശുവിനോട് നമുക്ക് ചേരുവാൻ കഴിയും. ആ അടുപ്പം വർദ്ധിച്ച് ആ അടുപ്പത്തിൽ നാം ആ ഡീപ്പ് അഫക്ഷനിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് യേശുവിനോട് ചേരുവാൻ കഴിയും. യേശുവിനോട് നമുക്ക് ഒന്നായിത്തീരുവാൻ കഴിയും. അത് ആഴമുള്ള ബന്ധമല്ലേ? ആഴമുള്ള ബന്ധം. യേശുവിനെ അറിയുവാൻ കഴിയും. അവിടുത്തെ പ്രകൃതം മനസ്സിലാക്കുവാൻ കഴിയും. അവിടുത്തെ സ്വഭാവം മനസ്സിലാക്കുവാൻ കഴിയും. അവിടുത്തെ ഹൃദയത്തിൽ എന്തൊക്കെയാണ് അത് മനസ്സിലാക്കുവാൻ കഴിയുന്ന അത്തരത്തിലുള്ള ആഴമേറിയ ഒരു ബന്ധം ക്രിസ്തുവുമായിട്ട് നാം ഓരോരുത്തരും സ്ഥാപിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ആ ബന്ധം ഇതുവരെയും ഇല്ല എങ്കിൽ ഈ വചന ശുശ്രൂഷ നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ നിങ്ങളെ സമർപ്പിക്കുക. യേശുവേ, ഞാനൊരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിൽ അങ്ങുമായിട്ട് ഒരടുത്ത ബന്ധത്തിൽ എത്തിച്ചേരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ചിലരെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോസ്തലനാകുന്ന യോഹന്നാൻ്റെ അനുഭവം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 13:23 കണ്ടു. മാർവിടത്തോട് ചേർന്ന് കിടന്ന യോഹന്നാൻ. മറ്റു ചില വാക്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് യേശു യോഹന്നാനോട് പറയുകയാണ്, സ്നേഹിച്ച ശിഷ്യനോട് പറയുകയാണ്, അമ്മയെ നോക്കിക്കൊള്ളണം. അമ്മയുടെ കാര്യം നിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുകയാണ്. മറിയയെ നോക്കിക്കൊള്ളണം. മറിയയുടെ ഉത്തരവാദിത്വം യോഹന്നാനെ ഏൽപ്പിക്കുകയാണ്. നമുക്കറിയാം, ചരിത്രത്തിൽ നിന്ന് തുടർന്നുള്ള നാളുകളിൽ മറിയ യോഹന്നാനോടുകൂടിയായിരുന്നു. എഫസോസിൽ യോഹന്നാൻ ആ സഭയുടെ ശുശ്രൂഷയിലായിരിക്കുന്ന സന്ദർഭത്തിലും ചരിത്ര രേഖകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് യോഹന്നാനോടുകൂടെ യേശുവിൻ്റെ അമ്മയാകുന്ന മറിയയും ഉണ്ടായിരുന്നു. അവിടെ ആ ആഴമുള്ള ബന്ധത്തെ കർത്താവ് വാക്കുകളിൽ പ്രദർശിപ്പിക്കുന്നത് ശ്രദ്ധേയമല്ലേ? 20-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. അവൾ ഓടി ശിമോൻ പത്രോസിൻ്റെയും യേശുവിൻ്റെ പ്രിയനായ മറ്റേ ശിഷ്യൻ്റെയും അടുക്കൽ ചെന്നു. ഇതാരാണ്? യോഹന്നാനാണ്. യേശുവിൻ്റെ പ്രിയനായ മറ്റേ ശിഷ്യൻ്റെയും അടുക്കൽ ചെന്നു. യേശുവിന് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് യോഹന്നാനുമായിട്ട്, വളരെ അടുത്തൊരു ബന്ധം യോഹന്നാൻ യേശുവുമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതുതന്നെയല്ലേ വരാൻ പോകുന്ന ഭാവി കാലത്തെക്കുറിച്ചുള്ള ദൂതുകൾ മുഴുവൻ യേശു യോഹന്നാൻ്റെ പക്കലാണ് ഏൽപ്പിച്ചത്. ബുക്ക് ഓഫ് റെവലേഷൻ. യോഹന്നാനും നല്ല വാർദ്ധക്യത്തിൽ പത്മോസ് ദ്വീപിൽ തടവിലായ സന്ദർഭത്തിൽ ഏകനായിട്ട് അവിടെ ആയിരിക്കുമ്പോൾ ആ അടുത്ത ബന്ധമുള്ളത് കൊണ്ടല്ലേ പത്മോസ് ദ്വീപിൽ ജീവനോടുകൂടെ തുടരുവാനും യേശുവിൽ നിന്ന് വെളിപ്പാട് സ്വീകരിക്കുവാനും ഈ ഭൂമിയുടെയും നമ്മുടെയുമൊക്കെ ഭാവിയെക്കുറിച്ചുള്ള ആ ഫ്യൂച്ചർ റെവലേഷൻ മുഴുവൻ സ്വീകരിക്കുവാനും അത് പിന്നീട് പുസ്തകമാക്കുവാനും ഒക്കെ കഴിഞ്ഞത് യേശുവിനോട് യോഹന്നാനുള്ള അടുപ്പമല്ലേ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം.
പല കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന നിങ്ങൾക്ക് യേശുവുമായിട്ടുള്ള ബന്ധം കേവലം ഒരു മതപരമാകുന്ന ബന്ധമാകുന്നു എങ്കിൽ അതിൽ നിന്ന് പുറത്തു വരിക. ജീവിതത്തിൽ എല്ലാം യേശുവായി തീരുന്ന നിലവാരത്തിലൊരു അടുത്ത ബന്ധം സ്ഥാപിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അതിനുവേണ്ടിയാണ് തൃത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവിനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകി തന്നിരിക്കുന്നത്. നിങ്ങളത് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് സ്വായത്തമാക്കുവാൻ കഴിയും. യേശുവുമായി ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിൽ ജീവിക്കുവാൻ കഴിയും. ഒരടുത്ത ബന്ധത്തിൽ ജീവിക്കുവാൻ കഴിയും. ഭാഗികമാകുന്നൊരു ബന്ധമല്ല, ഒരു ടോട്ടൽ റിലേഷൻഷിപ്പ്, ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിൽ അങ്ങനെ ജീവിക്കണമെന്നാണ് യേശു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറ്റൊരാൾ മഗ്ദലക്കാരത്തി മറിയ, മേരി മഗ്ദലനെ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ മഗ്ദലക്കാരത്തി മറിയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. അനന്തരം ദൈവരാജ്യം പ്രസംഗിച്ചും യേശു ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. അവനോടുകൂടെ 12 അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയയും. മഗ്ദലക്കാരത്തി മറിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 7 ഭൂതങ്ങൾ വിട്ടുപോയ സ്ത്രീ എന്നാണ്. 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയയും. ഭൂതഗ്രസ്തയായി ജീവിച്ചിരുന്ന ഈ സ്ത്രീ എന്ത് പരിതാപകരമായിരിക്കും. 7 ഭൂതങ്ങൾ ഒരാളിൽ വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പരിതാപകരമാകുന്ന ദുരിതപൂർണമാകുന്നൊരു ജീവിതമാണ് അവൾ നയിച്ചത്. ആ ദുരിതപൂർണമാകുന്ന പരിതാപകരമാകുന്ന ജീവിതത്തിലായിരുന്ന ആ സ്ത്രീയെ യേശു വിടുവിച്ചു. അവളുടെ ഉള്ളിൽ നിന്ന് 7 ഭൂതങ്ങൾ വിട്ടുപോയി. അവൾ യേശുവുമായി അടുത്ത ബന്ധം സ്ഥാപിച്ച ഒരു സഹോദരിയായിരുന്നു. ആഴമേറിയ ഒരു ബന്ധം യേശുവുമായി അവൾ സ്ഥാപിച്ചു. അതുകൊണ്ട് യേശുവിൻ്റെ ക്രൂശീകരണം നടക്കുന്ന സമയത്ത് അവിടെ ക്രൂശിനരികിൽ മഗ്ദലക്കാരത്തി മറിയെ നമുക്ക് കാണാൻ കഴിയുന്നു. മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായം അതിൻ്റെ 55, 56 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ മഗ്ദലക്കാരത്തി മറിയുണ്ട്. ഗലീലയിൽ നിന്ന് യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അനുഗമിച്ചു വന്ന പല സ്ത്രീകളും ദൂരത്തുനിന്ന് നോക്കിക്കൊണ്ടിരുന്നു. ക്രൂശീകരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീകൾ ദൂരത്തുനിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒട്ടും ഭയമില്ലാതെ. എതിരാളികൾ യേശുവിനെ ക്രൂശിക്കുന്ന സന്ദർഭത്തിൽ അനുകൂലികൾ അവിടെ പോയി നിൽക്കുക എന്ന് പറയുന്നത് അവർക്ക് കേട് സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവർക്കൊട്ടും ഭയമില്ലാതെ അവർ ആ ക്രൂശീകരണം കണ്ടുകൊണ്ടിരുന്നു. 56-ാം വാക്യത്തിൽ പ്രത്യേകിച്ച് മഗ്ദലക്കാരത്തി മറിയുടെ പേര് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അവരിൽ മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിൻ്റെയും യോസയുടെയും അമ്മയായ മറിയയും സെബദിപുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു. മഗ്ദലക്കാരത്തി മറിയ ക്രൂശിൻ്റെ അരികിൽ നിൽക്കുന്നു. യേശുവിൻ്റെ ശരീരം കല്ലറയിൽ വയ്ക്കുന്ന സമയത്തും മഗ്ദലക്കാരത്തി മറിയ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ 59 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അതേ അധ്യായം മത്തായിയുടെ സുവിശേഷം 27-ൻ്റെ 59 മുതലുള്ള വാക്യങ്ങൾ. യോസഫ് ശരീരമെടുത്ത് നിർമ്മലശീലയിൽ പൊതിഞ്ഞു താൻ പാറയിൽ വെട്ടിച്ചിരുന്ന തൻ്റെ പുതിയ കല്ലറയിൽ വെച്ചു. കല്ലറയുടെ വാതിൽക്കൽ ഒരു കല്ല് ഉരുട്ടി വെച്ചിട്ട് പോയി. 61-ാം വാക്യം. കല്ലറയ്ക്കെതിരെ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും ഇരുന്നിരുന്നു. യേശുവിൻ്റെ ശരീരം കല്ലറയിൽ വയ്ക്കുമ്പോഴും ഈ സഹോദരി അവിടെ ഉണ്ട്. അതെന്തിനെ കാണിക്കുന്നു? അടുപ്പത്തെ കാണിക്കുന്നു, അടുത്ത ബന്ധത്തെ കാണിക്കുന്നു, ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിനെ കാണിക്കുന്നു. ക്രൂശീകരണം നടക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയ അവിടെയുണ്ട്. കല്ലറയുടെ അരികിൽ മഗ്ദലക്കാരത്തി മറിയ അവിടെയുണ്ട്. വീണ്ടും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്ന ആ സന്ദർഭത്തിൽ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 20-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്ന് കല്ലറവായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. രാവിലെ തന്നെ കല്ലറക്കരികിലേക്ക് പോവുകയാണ്. ശബത്ത് കഴിഞ്ഞ ദിവസം യേശുവിൻ്റെ ശരീരം വീണ്ടും സുഗന്ധവർഗം കൊണ്ട് പൂശുവാൻ വേണ്ടിയാണ് മഗ്ദലക്കാരത്തി മറിയ പോകുന്നത്. രാവിലെ തന്നെ പോവുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് കല്ല് നീങ്ങിയിരിക്കുന്നു, വാതിൽ തുറന്ന് കിടക്കുകയാണ്, ശരീരം കാണുന്നില്ല. അപ്പോൾ ഓടി വന്ന് ശിമോൻ പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ അറിയിക്കുകയാണ്. എന്നിട്ട് വീണ്ടും മറിയ അവിടെ തന്നെ ആ തോട്ടത്തിൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു.
കാരണം അതിൻ്റെ 10-ാം വാക്യത്തിൽ ശിഷ്യന്മാരങ്ങ് മടങ്ങിപ്പോയി. അവരെല്ലാം ഓടി വന്ന് നോക്കി, ശരീരം കണ്ടില്ല, അതുകൊണ്ട് അവരങ്ങ് മടങ്ങിപ്പോയി. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിൻ്റെ ഇടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. ഇവൾ അധികാലത്തെ കല്ലറയുടെ അരികിൽ വന്നു. യേശുവിൻ്റെ ശരീരം കാണാഞ്ഞിട്ട് തിരികെ ഓടിച്ചെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, യേശുവിൻ്റെ ശരീരം കാണാനില്ല. അതിനുശേഷം വീണ്ടും ഈ കല്ലറയുടെ അരികിലേക്ക് വരികയാണ്. ശിഷ്യന്മാർ വന്ന് നോക്കിയിട്ട് അവർ മടങ്ങിപ്പോകുമ്പോൾ ഇവൾ അവിടെ നിൽക്കുകയാണ്, കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ആ കല്ലറയിൽ കുനിഞ്ഞു നോക്കുകയാണ്. വാ, എത്ര ആഴമേറിയ ബന്ധം! ആ സമയത്താണ് യേശു അവളുടെ അരികിൽ വരുന്നത്. നിങ്ങൾക്കറിയാമോ, ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ആദ്യമായി കണ്ടത് മഗ്ദലക്കാരത്തി മറിയയാകുന്നു. ആമേൻ. അടുപ്പം, ആഴമേറിയ ബന്ധം, ഡീപ്പ് അഫെക്ഷൻ. യേശുക്രിസ്തുവുമായിട്ട് അടുത്ത ബന്ധം, ഡീപ്പ് അഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇതാണ് സംഭവിക്കുന്നത്. ഇവിടെ മഗ്ദലക്കാരത്തി മറിയയാകുന്നു ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ആദ്യമായി കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20:15 യേശുവോട്, യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശുദാ മഗ്ദലക്കാരത്തി മറിയയുടെ അരികിൽ നിൽക്കുകയാണ്. അവൾ യേശുവാണെന്ന് മനസ്സിലാക്കുന്നില്ല. യേശുവോട്, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൾ കരുതുന്നത് ഇത് തോട്ടക്കാരനാണെന്നാണ്. അങ്ങനെ അവൾ യേശുവിനോട് പറയുകയാണ്, യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ടു പോയിക്കൊള്ളാമെന്ന് അവനോട് പറഞ്ഞു. ആ സമയത്താണ് യേശു അവളെ വിളിക്കുന്നത്, മറിയേ. ആ ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അത് യേശുവാണ്. അവൾ തിരികെ റബൂനി. യേശുവും മഗ്ദലക്കാരത്തി മറിയയും വളരെ അടുത്ത ബന്ധമായിരുന്നു. യോഹന്നാന് യേശു ക്രിസ്തുവുമായിട്ട് ഒരടുത്ത ബന്ധമുണ്ടായിരുന്നു. ഈ തലമുറയിൽ നിങ്ങൾ യേശു ക്രിസ്തുവുമായി അടുത്ത ബന്ധമുള്ളൊരു വ്യക്തിയായി തീരണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. യേശുവിനെ അനുഗമിക്കുന്ന എല്ലാവർക്കും യേശുവുമായിട്ട് അടുത്ത ബന്ധമുണ്ടാകണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. എങ്ങനെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു അടുത്ത ബന്ധത്തിൽ എത്തിച്ചേരുവാൻ കഴിയും? നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു സഹകരണം ആവശ്യമാണ്. പരിശുദ്ധാത്മാവാണ് നമ്മെ സഹായിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും യേശുവിനെ സ്വാഗതം ചെയ്യുക. യേശുവിനെ കൂടാതെ നിങ്ങൾ ഒന്നും ചെയ്യരുത്. ഇൻവൈറ്റ് ജീസസ് ടു ബി എവ്രിവെയർ ആൻഡ് എവ്രിതിങ് ഇൻ യുവർ ലൈഫ്. ഇൻവൈറ്റ് ജീസസ് ടു ബി എവ്രിവെയർ ആൻഡ് എവ്രിതിങ് ഇൻ യുവർ ലൈഫ്. ജീവിതത്തിലെ എല്ലാ സമയത്തും യേശുവിനോടൊപ്പമായിരിക്കുക. എല്ലാ കാര്യങ്ങളിലും യേശുവിനെ കൊണ്ടുവരിക. ഈ കഴിഞ്ഞ ദിവസം എന്നോടൊരു കർത്താവിൻ്റെ ദാസൻ പറയുകയായിരുന്നു, അദ്ദേഹത്തിന് ഒരു പുതിയ വാഹനം വാങ്ങുവാൻ ദൈവം ഒരു അവസരം കൊടുത്തു. അങ്ങനെ ആ വാഹനം വാങ്ങുവാൻ വേണ്ടി അദ്ദേഹം ആ ഷോറൂമിൽ ചെന്നപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ചില ദൈവമക്കളെയും കൂട്ടിയാണ് പോയത്. അവരൊരു ഗിറ്റാറൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ ആ വാഹനം വാങ്ങുന്ന സമയത്ത് ഷോറൂമുകാരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ച് യേശുവിനെ ഉയർത്തിയേ ഈ വാഹനം സ്വീകരിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ് അവരവിടെ ആ എല്ലാ ഷോറൂമിലെ ജീവനക്കാരും നിൽക്കുമ്പോൾ ഗിറ്റാറൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടി, അതിനുശേഷം ഈ ദേവദാസനൊരു ഫ്യൂ മിനിറ്റ്സ് ചില കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് അവർ ആ വാഹനം സ്വീകരിച്ചത്. ഇൻവൈറ്റ് ജീസസ് ടു ബി എവ്രിവെയർ ആൻഡ് എവ്രിതിങ് ഇൻ യുവർ ലൈഫ്. എല്ലാ സമയത്തും എവിടെയും. ഇപ്പോൾ അല്പസമയം മുമ്പ് എനിക്കൊരു ഫോൺ കോൾ ലഭിച്ചു. ഒരു ദേവദാസൻ ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ രക്ഷിക്കപ്പെട്ടൊരു ദൈവത്തിൽ ആ കടയുടെ ഉടമസ്ഥനാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞില്ല. ഇപ്പം നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയും. കടയിൽ വെച്ച് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും, കടയിൽ പോകുമ്പോഴും നിങ്ങൾ ഓഫീസിലായിരിക്കുമ്പോഴും എല്ലാ കാര്യങ്ങളിലും യേശുക്രിസ്തുവിനെ ഉൾപ്പെടുത്തുക. യേശുക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം, നിങ്ങളുടെ ആത്മാവ്, പ്രാണൻ, ശരീരം, നിങ്ങളുടെ മുഴുവ്യക്തിത്വവും യേശുക്രിസ്തുവിനോടുള്ള ആഴമേറിയ അഫക്ഷനിലാകട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ യേശു ഇരിക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും യേശുവിന് പ്രവർത്തിക്കുവാൻ അനുവാദം കൊടുക്കുക. യോഹന്നാന്റെ സുവിശേഷം
14 അധ്യായം അതിൻ്റെ 23 വാക്യം. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. 21 വാക്യം. എൻ്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളും യേശുക്രിസ്തുവുമായി കുറെ കൂടെ അടുത്ത ബന്ധം സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള അവസരമാക്കി നിങ്ങൾ മാറ്റുക. നിങ്ങൾ ആരെയൊക്കെ കണ്ടുമുട്ടുന്നുവോ അവരുടെ എല്ലാം അരികിൽ യേശുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുവാൻ വേണ്ടി നിങ്ങൾ ഹൃദയപൂർവ്വം ആമേൻ നിങ്ങൾ തയ്യാറാകുക. അങ്ങനെ എല്ലാ സമയത്തും യേശു നിങ്ങളുടെ കൂടെ, യേശുവിൽ നിങ്ങൾ ജീവിക്കുന്നു. അവിടെയാണ് ആ ബന്ധം ആഴമുള്ള ബന്ധമായി തീരുന്നത്. ഇൻവൈറ്റ് ജീസസ് ടു ബി എവ്രിവെയർ ആൻഡ് എവ്രിതിങ് ഇൻ യുവർ ലൈഫ്. ആമേൻ, ഹല്ലേലൂയ. രണ്ടാമതായിട്ട്, നിങ്ങൾ യേശുവിന് നിങ്ങളുടെ ഹൃദയം കാണിച്ചു കൊടുക്കുക. ഷോ ഹിം യുവർ ഹാർട്ട് ദാറ്റ് യു ലവ് ഹിം. യേശുവിന് നിങ്ങളുടെ ഹൃദയം കാണിച്ചു കൊടുക്കുക. കർത്താവേ, ഞാൻ യഥാർത്ഥമായിട്ടും അങ്ങയെ സ്നേഹിക്കുന്നു. പത്രോസ് അത്തരത്തിൽ ആഗ്രഹമുള്ളൊരു വ്യക്തിയായിരുന്നു. യേശുവിൻ്റെ കൂടെ ആയിരിക്കാനും യേശുവിനെ ആഴത്തിൽ സ്നേഹിക്കുവാനും, യേശു ജയിലിൽ പോവുകയാണെങ്കിൽ കൂടെ ജയിലിൽ പോകാനും ഒക്കെ ആഗ്രഹിച്ച വ്യക്തിയാണ്. പക്ഷേ യേശുവിനെ അദ്ദേഹം തള്ളിപ്പറഞ്ഞു, 3 വട്ടം തള്ളിപ്പറഞ്ഞു. അങ്ങനെ സംഭവിച്ചു പോയി. തൻ്റെ സ്വന്തം ശക്തി കൊണ്ട് യേശുവുമായിട്ട് അടുപ്പം സ്ഥാപിക്കുവാനും യേശുവിന് വേണ്ടി തടവിലാകാനും ഒക്കെ അദ്ദേഹം ശ്രമിച്ചപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞു, നിൻ്റെ സ്വന്തം ശക്തി കൊണ്ട് അത് സാധ്യമല്ല. അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയാൻ പോകുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 22:33 പത്രോസ് അവനോട്, കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ പറഞ്ഞ ദിവസം തന്നെ 3 വട്ടം യേശുവിനെ തള്ളിപ്പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന് ഒരു മടങ്ങിവരവുണ്ടായി. അത് യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ നിലയിൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് അല്പസമയം, ദിവസങ്ങൾ ചിലപ്പോൾ ആ ഖേദത്തിൽ ജീവിച്ചു, ആ കുറ്റബോധത്തിൽ ജീവിച്ചു. അതുകൊണ്ട് തന്നെ പിന്നെ മീൻ പിടിക്കുവാൻ വേണ്ടി പോവുകയാണ്. താൻ കരുതി, ഞാൻ യേശുവിനെ തള്ളിപ്പറഞ്ഞതല്ലേ, ഇനി എന്നെ യേശു അംഗീകരിക്കും, വീണ്ടും എന്നെ യേശു സ്വീകരിക്കും. ആ ഖേദങ്ങളായിരിക്കാം ഒരുപക്ഷെങ്കിൽ വീണ്ടും മീൻ പിടിക്കുവാൻ പോകുവാൻ തന്നിൽ പ്രേരണ കൊടുത്തത്. എന്തുവാകട്ടെ, ആ കടൽക്കരയിൽ മീൻ പിടിക്കുവാൻ പോയ ആ പ്രത്യേക ദിനം പ്രഭാതത്തിൽ ആ കടൽക്കരയിൽ യേശു ഇതാ ശിഷ്യന്മാരെ തേടി വരികയാണ്, പത്രോസിനെ തേടി വരികയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായത്തിൽ ആ സംഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ യേശു പ്രാതലൊക്കെ കഴിച്ചതിന് ശേഷമായിട്ട് പത്രോസിനോട് ചോദിച്ചു, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറഞ്ഞു, ഉവ്വ് കർത്താവേ, എനിക്ക് അങ്ങയോട് പ്രിയമുണ്ട് എന്ന് പത്രോസ് പറയുകയാണ്. അവിടെ യവനായ ഭാഷയിൽ യേശു ചോദിച്ചത്, നീ എന്നെ അഗാപ്പേ ചെയ്യുന്നു എന്നാണ്. അതിന് മറുപടിയായിട്ട് പത്രോസ് പറയുന്നത്, ഞാൻ അങ്ങയെ ഫിലിയ ചെയ്യുന്നു, എനിക്ക് അങ്ങയോട് പ്രിയമുണ്ട്. വ്യത്യസ്ത പദങ്ങൾ, സ്നേഹത്തിന് വേണ്ടി വ്യത്യസ്ത പദങ്ങൾ യവനായ ഭാഷയിലുണ്ടല്ലോ. അഗാപ്പെ എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠവും ഉന്നതവുമാകുന്ന ദൈവസ്നേഹത്തിന് തുല്യമാകുന്ന സാക്രിഫിഷ്യൽ ലവ്. ഫിലിയ എന്ന് പറയുമ്പോൾ സ്നേഹിതന്മാരോടുള്ള സ്നേഹം. യേശു ചോദിക്കുന്നത്, നീ എന്നെ അഗാപ്പെ ചെയ്യുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് പറയുന്നത്, ഞാൻ അങ്ങയെ ഫിലിയ ചെയ്യുന്നു എന്നാണ്. രണ്ടാമതും യേശു ചോദിച്ചു, നീ എന്നെ അഗാപ്പെ ചെയ്യുന്നുണ്ടോ? അപ്പോഴും പത്രോസ് പറയുന്നത്, ഞാൻ അങ്ങയെ ഫിലിയ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു, അങ്ങയോട് എനിക്ക് പ്രിയമുണ്ട്. 3-ാം പ്രാവശ്യം വീണ്ടും യേശു പത്രോസിൻ്റെ നിലവാരത്തിലേക്ക് വന്നിട്ട് 3-ാം പ്രാവശ്യം യേശു ചോദിക്കുന്നത്, നീ എന്നെ ഫിലിയ ചെയ്യുന്നുവോ? പത്രോസിൻ്റെ നിലവാരത്തിലേക്ക് വന്ന് യേശു അവനെ സ്വീകരിക്കുകയാണ്. അപ്പോൾ പത്രോസ് യേശുവിനോട് പറയുകയാണ്, കർത്താവേ, നീ സകലവും അറിയുന്നു, ഹൃദയം തുറക്കുകയാണ്, സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു. പത്രോസ് ഹൃദയം തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്, കർത്താവേ, ആത്മാർത്ഥമായിട്ട് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ആഴമേറിയ
അടുപ്പം, ആ അഭിഷക്തന് യേശുവുമായിട്ടുള്ള ആഴമേറിയ അടുപ്പം, ഹൃദയം തുറന്ന് കാണിക്കുന്ന ആ മനോഭാവം, കർത്താവിനോട് പറ, ഹൃദയം തുറന്ന് കാണിച്ചു കൊടുക്കും. കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഹൃദയത്തിൽ അതേപോലെയോ സ്നേഹം ഉണ്ടാകണം. കർത്താവിനോട് ആഴമേറിയ അഫെക്ഷൻ ഉണ്ടാകണം, അടുപ്പമുണ്ടാകണം. ആമേൻ, ഹല്ലേലൂയ. മൂന്നാമതായിട്ട്, ടു ഹാവ് ഇൻറ്റിമസി വിത്ത് ഹിം ഈസ് ടു ഹാവ് ഇൻറ്റിമസി വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധമാണ് യേശുക്രിസ്തുവിനോടുള്ള അടുപ്പത്തിൻ്റെ രഹസ്യം. പരിശുദ്ധാത്മാവിൽ ജീവിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാൻ തയ്യാറാകുക. ആ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ, ഓ യെസ്, യേശുവുമായിട്ടുള്ള ആ ഇൻറ്റിമസിയിൽ നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയും. ഓ ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. അത്തരത്തിലുള്ള ഒരു അഭിഷക്ത തലമുറയെ കർത്താവ് ഈ തലമുറയിൽ എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ്. ഈ തലമുറയിലെ യോഹന്നാനായി നിങ്ങൾ തീരട്ടെ. ഈ തലമുറയിൽ യേശുക്രിസ്തുവുമായി ആഴമേറിയ അടുപ്പമുള്ള ബന്ധത്തിൽ ജീവിക്കുന്നൊരു വ്യക്തിയായി നിങ്ങൾ തീരട്ടെ. മഹാത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. ആത്മശക്തി ഇപ്പോൾ തന്നെ നിങ്ങളെ സ്പർശിക്കുന്നു. ആമേൻ. ദൈവശക്തിയുടെ സ്പർശനം ആഴത്തിൽ നിങ്ങളുടെ മേൽ ഉണ്ടാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പരിശുദ്ധ പിതാവേ, യേശുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷത്തിൽ കർത്താവിൻ്റെ അത്ഭുതകരം അങ്ങയുടെ ജനത്തിൻ്റെ മേൽ വരുന്നതിനായി സ്തോത്രം. ആഴമേറിയ ബന്ധം, യേശുവുമായുള്ള ബന്ധം, ഇൻറ്റിമസി വിത്ത് ജീസസ് ക്രൈസ്റ്റ്, ആഴമേറിയ ബന്ധത്തിൽ ജീവിക്കുവാൻ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, രോഗബാധകൾ വിട്ടുപോകട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുക. യേശു നിങ്ങളെ തൊടുന്നു. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. കിടക്ക വിട്ട് ചാടി എഴുന്നേൽക്കുക. യേശു നിങ്ങളെ തൊടുന്നു. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ, കടബാധ്യതയിലൂടെ കടന്നു പോകുന്നവർ ഇപ്പോൾ ഉദ്ധരിക്കപ്പെടട്ടെ, ഇപ്പോൾ വിടുവിക്കപ്പെടട്ടെ. യെസ് ലോർഡ്, അങ്ങ് അവരെ തൊട്ട് സ്പർശിച്ച് വിടുവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവുമായി വ്യക്തിപരമാകുന്ന ബന്ധമില്ലാത്തവർ കർത്താവരുടെ ഹൃദയവാതിലുകൾ തുറക്കപ്പെടട്ടെ. യേശുവിനെ രക്ഷകനും കർത്താവുമായി അവർ സ്വീകരിക്കട്ടെ. അങ്ങ് മഹാത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. ഏറ്റവും നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനമായി തീരട്ടെ ഇന്നത്തെ ദിനം. ഞങ്ങളുടെ പ്രഭാത സന്ദേശം എല്ലാ ദിവസവും വാട്സാപ്പിൽ രാവിലെ ഒരു പ്രഭാത സന്ദേശമുണ്ട്. അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങൾക്കൊരു മെസ്സേജ് അയയ്ക്കുക. അതോടൊന്നിച്ച് തന്നെ ജീസസ് റെയിൻസ് റേഡിയോ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ ആമേൻ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോകുക, ആപ്പ് സ്റ്റോറിൽ പോകുക, അത് ഡൗൺലോഡ് ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ 4 AM ടങ്സ് പ്രെയർ ഉണ്ട്, അതിൻ്റെ ഭാഗമാകുക. എല്ലാ ബുധനാഴ്ചയും രാത്രി 11 മണിക്ക് നൈറ്റ് പ്രെയർ ഉണ്ട്, അതിൻ്റെ ഭാഗമാകുക. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.